ഹലോ എവ്രി വൺ, വെൽക്കം ടു 2025. ഇത് എൻ്റെ ഡിസംബർ 31 രാവിലത്തെ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ 2024 നിന്ന് എൻ്റെ 2025 ടേക്ക് അവേ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ എന്നെ തന്നെ കുറച്ചും കൂടെ നറിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. നറിഷ് ആസ് ഇൻ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജനിച്ച് വളർന്ന സാഹചര്യങ്ങളും നമ്മളെ ചുറ്റുമുള്ള ആളുകളും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ എക്സ്പീരിയൻസസ് നമ്മളെ മോൾഡ് ചെയ്യുന്നതല്ലോ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മുതൽ ഞാൻ കുറേ ഗിൽട്ടും കുറേ ഷെയിമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നോട് തന്നെ കുറച്ച് കൈൻഡ് ആവാൻ തീരുമാനിച്ചു ഈ ഇയറിൽ. എന്നിട്ട് ഞാൻ തീരുമാനിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ തന്നെ നറിഷ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കാരണം നമ്മൾ സെൽഫായിട്ട് നറിഷായിട്ട് നമ്മൾ സ്ട്രെസ്ഡ് ഔട്ടായിട്ടും അല്ലാണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റീവും നമ്മൾ ബാക്കിയുള്ളവർക്ക് ഒരു ഇത്തിരി ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചീഞ്ഞ് അഴുകുവാണ് ഉള്ളിലെങ്കിൽ നമുക്ക് ബാക്കി ആർക്കും വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വർഷം എൻ്റെ നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്യും എന്നുള്ളത് തീരുമാനിച്ചു. രണ്ടാമത്തെ ഒരു ടേക്ക് അവേ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ഫാമിലി ദാറ്റ് യു മേക്ക് കംസ് ഫസ്റ്റ്. അതായത് നമ്മളുടെ ഹസ്ബൻഡ്, നമ്മുടെ കുട്ടി, ദാറ്റ് കംസ് ഫസ്റ്റ് ദാൻ എനിത്തിങ് എൽസ്. അന്ന് പറഞ്ഞ് നമ്മുടെ അച്ഛനും അമ്മേനെയും വേണ്ടാന്ന് വെക്കുകയോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാണ്ടിരിക്കുകയോ അവരെ കെയർ ചെയ്യാണ്ടിരിക്കുകയോ എന്നുള്ളതല്ല. പക്ഷെ പ്രയോറിറ്റി നമ്മൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഫാമിലിക്ക് കൊടുക്കണം എന്നുള്ളൊരു റിയലൈസേഷൻ എനിക്ക് 2024 വന്നായിരുന്നു. അപ്പോൾ അതും ഞാൻ എൻ്റെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ടു ഗിവ് മൈ ഹസ്ബൻഡ് ആൻഡ് മൈ ബേബി ദ മോസ്റ്റ് പ്രയോറിറ്റി ഇൻ ലൈഫ്. മൂന്നാമത്തെ ടേക്ക് അവേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് എപ്പോഴും നമ്മുടെ ചുറ്റും ഒത്തിരി ആളുകൾ വേണം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഒരു അമ്മയായതിനു ശേഷം എനിക്ക് കുറേയൊക്കെ എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് വലിയേണ്ടി വന്നു. എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ കൊച്ചിന് വേണ്ടി ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ സോഷ്യൽ ആയിട്ടുള്ള സർക്കിളും അതും ഇതുമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. പക്ഷേ അത് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ട്രാൻസിഷൻ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഫോമോ ഉണ്ടായിരുന്നു, ദാറ്റ് ഐ എം മിസ്സിങ് ഔട്ട് ഓൺ എ ലോട്ട് ഓഫ് തിങ്സ്. മൈ ലൈഫ് ഇസ് ലൈക്ക് ഫീലിംഗ് സ്റ്റാഗ്നൻറ്റ് ബിക്കോസ് ഐ എം എ മദർ, ഐ ഹാവ് ടു സ്റ്റേ ഇൻസൈഡ് ഹോം. അങ്ങനത്തെ കുറേ ഇൻസെക്യൂരിറ്റീസ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദിസ് ഈസ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് ആൻഡ് വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ അത് നറിഷ് ചെയ്യുന്നത് എൻ്റെ മോനെയാണ്. എൻ്റെ കുഞ്ഞ് വളർന്നു വരുന്നത്, എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന ടൈം, അവൻ്റെ ഓരോ ഡെവലപ്മെൻറ്റൽ കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ഈ ചെയ്യുന്ന സാക്രിഫൈസ് കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം സാക്രിഫൈസ് ചെയ്താലാണ് ചിലപ്പോൾ വേറൊരു കാര്യത്തിന് നറിഷ്മെൻറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോമോ അങ്ങോട്ട് വേണ്ടാന്ന് വെക്കുക. കാരണം എല്ലാവരുടെയും ലൈഫ് ഒരുപോലെയൊന്നും അല്ല പോകുന്നത്. ഇപ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് അതുപോലെയല്ല നിങ്ങളുടെ ലൈഫ് പോകുന്നത്. അപ്പോൾ ഈ അക്കരെ പച്ച നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എപ്പോഴും ഭയങ്കര ഗ്രേ ആയി പോവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിർത്താമെന്ന് വിചാരിച്ചു. അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുവാണ്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് സോഷ്യൽ ലൈഫ് ഇല്ല, ഞാൻ ഇനി ഫ്രണ്ട്സ് ആരും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ അത് എൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു, ഒരു കൺസേൺ ഉണ്ടായിരുന്നു. അത് ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ്. 2024 ഞാൻ ആദ്യമായിട്ട് തെറപ്പി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ചൈൽഡ്ഹുഡിൽ ഒത്തിരി ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിൻ്റെ കുറേ റിസെൻറ്റ്മെൻറ്റ് എൻ്റെ പാരൻസിൻ്റെ എഗെയിൻസ്റ്റ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ തെറപ്പിക്ക് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരും ഹ്യൂമൻ ബീങ്സ് ആയിരുന്നു, അവരും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട്. അവർ ചെയ്ത കാര്യങ്ങളെ അവർ ഫോർഗീവ് ചെയ്ത്, അവരും ഹ്യൂമൻ ബീങ്സ് ആണ്, അവരവരുടെ ബെസ്റ്റ് ട്രൈ ചെയ്തു എന്നുള്ളത് എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ റിസെൻറ്റ്മെൻറ്റ് ഞാൻ മൊത്തത്തിൽ വേണ്ടാന്ന് വെച്ചു. പിന്നെ വേറൊരു മേജർ ടേക്ക് അവേ ഫോർ ലൈക്ക് 2025 ഈസ് ടു ഹാവ് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഗൈസ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ 2023 എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കി വരുന്ന കരിയറൊക്കെ ഇറ്റ്സ് വെരി ഫിക്കൽ ആൻഡ് ഇറ്റ് ക്യാൻ ഗോ അവേ എനി ടൈം. അപ്പോൾ നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ എപ്പോഴും ഉണ്ടായിരിക്കണം. മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്കോണമിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഒരു മേജർ ടേക്ക് അവേ ആണ്. അതുപോലെ തന്നെ വേറൊരു ടേക്ക് അവേ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻജോയിങ് ദ ക്വയറ്റ് മൊമെൻറ്റ്സ് ഓഫ് ലൈഫ്, ബീയിങ് മോർ പ്രസൻറ്റ്, ഡൂയിങ് യോഗ, ഡൂയിങ് മെഡിറ്റേഷൻ. കുറച്ചും കൂടെ ഐ ജസ്റ്റ് വാണ്ട് ടു ബി ലൈക്ക്
little more present. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള സമയത്ത് നമ്മുടെയൊക്കെ ഒരു മേജർ പ്രോബ്ലമാണ് നമ്മൾ ആരും പ്രസൻറ്റ് അല്ല. നമ്മളെല്ലാവരും നമ്മുടെ ഒരു പോർഷൻ ഓഫ് അവർ ലൈഫ് ഇസ് ലൈക്ക് ഗോയിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്ക്രീൻ. അപ്പോൾ അത് കുറയ്ക്കുക എന്നുള്ളത് എൻ്റെ ഒരു മേജർ ചാലഞ്ചാണ്. ഞാനിതൊരു 1-2 years ആയിട്ട് കൊണ്ടു നടക്കുന്ന കാര്യമാണ്. ഇപ്പോഴും എൻ്റെ സം ഡേയ്സ് എൻ്റെ സ്ക്രീൻ ടൈം 4 hours ആണ് ആൻഡ് മോർ ആണ്. ആൻഡ് ഐ എം നോട്ട് പെർട്ടിക്കുലർലി വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷേ അത് ഒരു മേജർ ടേക്ക് അവേ ആണ്. എനിക്ക് അത് I want to be better at it. I want to do it nicely. ഇപ്പോൾ എൻ്റെ റൂമിലേക്ക് എൻ്റെ മോൻ കടന്നു വന്നു. ഞാൻ വോയിസ് റെക്കോർഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. I'm actually recording something. Do you want to say Happy New Year? What that? What that? Don't get distracted. Can you say Happy New Year? Happy New Year. Happy New Year. Say Happy New Year. Happy New Year. Say I love you. I love you. I can do it. I can do it. Turn up the light. Don't put it inside your mouth and talk. You need to keep it like closer to your lips like this. Yeah. You don't? No, that's too close. That's too cold? Okay, can I have this back? Can you go back to daddy? I need to finish this, please. I can't, Amma. Okay, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. Bye guys.